നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി രാജീവരുടെ അറസ്റ്റ് ദഹിക്കാത്ത കുറെ എണ്ണം ഇപ്പോൾ കിടന്ന് മോങ്ങുന്നുണ്ട്. SIT അന്വേഷണം അട്ടിമറിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ജനങ്ങൾ കുറെ സത്യങ്ങൾ തിരിച്ചറിയണം. തന്ത്രിയേക്കാൾ മുൻപേ വേണ്ടിയിരുന്നത് മന്ത്രിയുടെ അറസ്റ്റ് തന്നെയായിരുന്നു. അത് പക്ഷേ രാഷ്ട്രീയ കളിയിൽ വൈകുന്നതാണ്. ഹൈക്കോടതി ഉടൻ തന്നെ മുൻ മന്ത്രിയുടെ കയ്യിലും വിലങ്ങ് വെപ്പിക്കും. പക്ഷേ തന്ത്രിയുടെ അറസ്റ്റ് അത് അനിവാര്യമാണ്. തന്ത്രി കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിവാദങ്ങൾ ചില്ലറയൊന്നുമല്ല. താഴ്മൺ കുടുംബക്കാരെന്താ അത്ര നല്ലവരാണോ? ഗജ ഫ്രോഡുകളാണെന്നതിന് എത്ര തെളിവ് വേണം? മന്ത്രവും തന്ത്രവും അറിയാതെ കുതന്ത്രം കൊണ്ട് ശബരിമല കൈയാളുന്ന കൂട്ടർ. പണ്ടേ താഴ്മൺ തന്ത്രിമാരുടെ ഫ്രോഡ് പണികൾ സുപ്രീം കോടതി തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഗായത്രി മന്ത്രം പോലും അറിയാത്ത കണ്ഠരരും മോഹനരെ ജസ്റ്റിസ് പരിപൂർണൻ വലിച്ചു കീറിയത് കേരളം ഓർക്കുന്നില്ലേ? 2008 ശോഭ ജോൺ എന്ന പെൺവാണിഭ ഗുണ്ടയുടെ ട്രാപ്പിൽപ്പെട്ട് ഒരു സ്ത്രീയോടൊപ്പം കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിക്കപ്പെട്ട ശബരിമല മുഖ്യ തന്ത്രിയെ വിസ്തരിക്കുകയായിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ. ഇവിടെ ഭക്തിയുടെ പേരിൽ ആസകലം ഉഡായിപ്പ് മണത്തതിനാൽ സാത്വികനായ ജസ്റ്റിസ് പരിപൂർണൻ സ്വാഭാവിക നടപടിക്രമങ്ങൾ മറികടന്നുകൊണ്ട് തന്ത്രിയോട് ചിലതൊക്കെ ചോദിച്ചു. കോടിക്കണക്കിന് ഭക്തർ വരികയും ആരാധിക്കുകയും ചെയ്യുന്ന ശബരിമലയുടെ എല്ലാമായ ദേവതുല്യനായ അങ്ങേക്ക് സംസ്കൃതം അറിയാമോ? ആദ്യം തന്ത്രി കണ്ഠരര് മോഹനർക്ക് മൗനം. പിന്നെ ഉത്തരം വന്നു, അറിയില്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ ക്ഷേത്ര പൂജാരികളെ തെരഞ്ഞെടുക്കാൻ ഇന്റർവ്യൂ നടത്തുന്നത് എന്ന് ചോദ്യം വന്നു. ശരി, പൂജ ചെയ്യാൻ ആവശ്യമായ തന്ത്രങ്ങളും മന്ത്രങ്ങളും അറിയാമോ? ഉത്തരം അഹങ്കാരത്തിൽ നിറഞ്ഞതായിരുന്നു. ഞങ്ങൾ പാരമ്പര്യമായി താന്ത്രിക കുടുംബമാണ്. ഇത് ജസ്റ്റിസ് പരിപൂർണനെ കോപാകുലനാക്കി. അച്ഛൻ നമ്പൂതിരി ആനപ്പുറത്ത് കയറിയെന്ന് വെച്ച് മകന് തഴമ്പുണ്ടാകണമെന്നില്ല എന്ന് അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് തിരിച്ചടിച്ചു. വീണ്ടും ചോദിച്ചു, താങ്കൾക്ക് വേദങ്ങൾ അറിയാമോ? ഇല്ല. ഭാഗ്യസൂക്തമെങ്കിലും. തന്ത്രി കിടന്ന് പരതുകയായിരുന്നു ഉത്തരമില്ലാതെ. ദൈവമേ, പിന്നെ എങ്ങനെയാണ് താങ്കൾ ശബരിമലയിൽ പൂജകൾ ചെയ്തത്? പരിപൂർണൻ വിശ്വാസം വരാത്ത ഭാവത്തിൽ വീണ്ടും ചോദിച്ചു. അതൊക്കെ ഞാൻ എനിക്കറിയുന്നത് പോലെ വേറെ മന്ത്രങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമത്രേ. ഉത്തരം കേട്ട് സ്വതവേ ശാന്തശീലനായ പരിപൂർണന്റെ മുഖം ചുവന്നു. അദ്ദേഹത്തിന്റെ ഭാവം മാറി. ഗണപതി ഹോമം ചെയ്യാൻ ഭാഗ്യസൂക്തം നിർബന്ധമായ കാര്യമല്ലേ? തന്ത്രി മിണ്ടിയില്ല. പോട്ടെ, ഗണപതിയുടെ നാളെങ്കിലും നിങ്ങൾക്കറിയാമോ? തന്ത്രി ഉത്തരമില്ലാതെ നിന്ന് വിറച്ചു. അപ്പോൾ ഇത്രയും കാലം ഭക്തർ ദേവതുല്യനായി കണ്ടിരുന്ന താങ്കൾ എന്താണ് ശബരിമലയിൽ ചെയ്തുകൊണ്ടിരുന്നത്? ശരി, ഇനി കൂടുതലൊന്നും താങ്കളോട് എനിക്ക് ചോദിക്കാനില്ല. കൂടുതൽ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് തന്നെ ധാരാളമെന്ന് ജസ്റ്റിസ് പരിപൂർണൻ ഫയൽ മടക്കി എഴുന്നേറ്റുപോയി. ഒന്ന് ഓർത്തു നോക്കണം, ശബരിമലയിൽ പൂജ പോലും നടത്താൻ അറിയാത്ത, ഒരു ശ്ലോകം പോലും ചൊല്ലാൻ അറിയാത്ത ഒരാളാണ് അക്കണ്ട കാലം അത്രയും ശബരിമലയിൽ ഇരുന്നത്. അപ്പോൾ പൂജാതി കർമ്മങ്ങൾക്ക് പകരം, ശ്ലോകങ്ങൾക്ക് പകരം ഈ കണ്ഠരര് മോഹനര് അവിടെ മുക്കാപുല പാടിക്കൊണ്ടായിരുന്നോ പൂജകൾ നടത്തിയത് എന്ന് ചോദിക്കേണ്ടി വരും. ആരാധനാലയങ്ങളിൽ ജനങ്ങളുടെ ഭക്തിയുടെയും ഐതിഹ്യത്തിൻ്റെയും പേരിൽ കടന്നുകൂടിയ ഇത്തിൽ കണ്ണികളുടെ കാമ്പ് തുറന്നു കാട്ടി നിർജീവമായ ചിരിയോടെ ഇതാണ് ദേവതുല്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിപൂർണൻ തൻ്റെ വിചിത്രമായ അനുഭവം റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. ഈ സംഭവത്തിന് ശേഷം ഇതേ തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ഗുപ്തനെ കാണാൻ ചെല്ലുന്നു. തൻ്റെ കേസുമായി മുന്നോട്ട് പോകരുതെന്നും ശബരിമലയിലെ എൻ്റെ സ്ഥാനത്തിന് തടസ്സം നിൽക്കരുതെന്നും പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തു. അതായത് തന്നെ തന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി. അതുകണ്ട് തൻ്റെ ശരീരമാസകലം വിറച്ചുപോയി എന്ന് അന്ന് ഗുപ്തൻ തുറന്നു പറഞ്ഞിരുന്നു. അക്കാലത്ത് 1 കോടി രൂപ ഈ പറയുന്ന കണ്ഠരര് മോഹനരുടെ കയ്യിൽ എങ്ങനെ വന്നു? ക്ഷേത്രങ്ങളുടെ പേരിൽ, ഭക്തിയുടെ പേരിൽ ഇത്തരം കുടുംബങ്ങളെയും വ്യക്തികളെയും ദേവസ്ഥാനീയ പരിവേഷങ്ങൾ നൽകി ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര ശക്തിയായി വളർത്തുന്നത് ഭക്തർ തന്നെയാണെന്ന് പറയേണ്ടി വരും. താഴ്മൺ കുടുംബത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ചില്ലറ വിവാദങ്ങളും അപവാദങ്ങളും ഒന്നുമല്ല. കോടാനുകോടികളാണ് ഇവർ ശബരിമലയിൽ നിന്ന് ഊറ്റിക്കൊണ്ടുപോകുന്നത്. തന്ത്രി കണ്ഠരര് മോഹനരുടെ താന്ത്രിക ജ്ഞാനത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജസ്റ്റിസ് KS പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. ശബരിമലയുടെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ നടത്തിയ വിസ്താരത്തിൽ തന്ത്രി എന്ന നിലയിൽ പുലർത്തേണ്ട പ്രാഥമിക അറിവ് പോലും മോഹനർക്കില്ല എന്ന് വ്യക്തമായി. ദേവസ്വം ബോർഡിന്റെ പൂജാരിമാരെ തെരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ബോർഡിലെ പ്രധാന അംഗമായിരുന്നിട്ടും തനിക്ക് സംസ്കൃതം അറിയില്ല എന്ന് മോഹനർ കമ്മീഷന് മുന്നിൽ സമ്മതിക്കുകയായിരുന്നു. സംസ്കൃതം അറിയാതെ എങ്ങനെ മാർക്കിടും എന്ന ചോദ്യത്തിന് അവർ ചെയ്യുന്ന പൂജകൾക്ക് മാർക്കിടുക മാത്രമാണ് തന്റെ ജോലി എന്നായിരുന്നു ആ വിചിത്രമായ മറുപടി മോഹനർ നൽകിയത്. ഏവർക്കും അറിയാവുന്ന പ്രാഥമിക കാര്യങ്ങൾ പോലും
കണ്ഠരര് മോഹനർക്ക് അറിവുണ്ടായിരുന്നില്ല. അപ്പോഴും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, താൻ തന്ത്രി കുടുംബമാണ് എന്നുള്ള അഹങ്കാരം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രാജീവർ നല്ലവനാണോ? ശബരിമലയിൽ 2017 പുതിയ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വാജിവാഹനം തന്ത്രി രാജീവര് കൈവശപ്പെടുത്തിയെന്ന ആരോപണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിന്റെ തുടക്കത്തിൽ ഉയർന്നിരുന്നു. പഴയ കൊടിമരം മാറ്റുമ്പോൾ അതിനു മുകളിൽ പ്രതിഷ്ഠിച്ചിരുന്ന വാജിവാഹനത്തിന്റെ അവകാശം വിവാദമുയർന്നപ്പോൾ തന്ത്രിക്കാണെന്ന് രാജീവര് പ്രതികരിച്ചിരുന്നു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാഹനമാണ് കൊടിമരത്തിനു മുകളിൽ പ്രതിഷ്ഠിക്കുക. ശബരിമലയിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചിരിക്കുന്നത് ധർമ്മശാസ്താവിലാണ്. ധർമ്മശാസ്താവിന്റെ വാഹനമായി സങ്കല്പിച്ചിരുന്നത് വാജിവാഹനമാണ്, അതായത് കുതിര. പഞ്ചലോഹത്തിലുള്ള പഴയ വാജിവാഹനം ഇപ്പോൾ രാജീവരുടെ വീട്ടിലാണുള്ളത്. വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് രാജീവര് കത്തെഴുതിയെങ്കിലും ബോർഡ് അതിന് തയ്യാറായിട്ടില്ല. പോറ്റി എന്ന ക്രിമിനലിനെ ശബരിമലയിലേക്ക് എത്തിച്ചതിൽ കൃത്യമായ പങ്ക് രാജീവർക്കുണ്ട്. അതായത് കർണാടകയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ രാജീവർ അവിടെ പൂജ നടത്തിയിരുന്ന സമയത്ത് പോറ്റിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബന്ധം തുടങ്ങുന്നത്. പോറ്റിയെ ശബരിമലയിലേക്ക് കീഴ്ശാന്തിക്കാരനായി കൊണ്ടുവരുന്നത് രാജീവരാണ്. ഒന്ന് ഓർത്തു നോക്കണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽ നിൽക്കുന്ന, ആരോപണ വിധേയനായി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ഒരാളെ, ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ എന്തിന് രാജീവർ ശബരിമലയിലേക്ക് എത്തിച്ചു? അതിന് രാജീവർ മറുപടി പറയണം. ഇത് മാത്രമല്ല, ഗോവർദ്ധന്റെ ജ്വല്ലറി, റോദം ജ്വല്ലറിയുമായും രാജീവർക്ക് ബന്ധമുണ്ട്. അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് റോദം ജ്വല്ലറിയുടെ ഉദ്ഘാടനം ആ ദിവസം അവിടെ പൂജ നടത്തിയത് മോഹനരുടെ മകൻ മഹേഷ് മോഹനരായിരുന്നു. അന്ന് ഒപ്പമുണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ ഇവർക്ക്, ഈ കുടുംബക്കാർക്ക്, ഈ പറയുന്ന ഗോവർദ്ധനുമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊക്കെ മുൻപ് തന്നെ ബന്ധമുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 9ാം പ്രതിയാണ് റോദം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ. 1ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇവരുമായിട്ട് താഴ്മൺ കുടുംബത്തിന് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ശബരിമലയിലേക്ക് ഒരു കീഴ്ശാന്തിയായിട്ടാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത്. അതായത് അവിടുത്തെ അടിച്ചുതള്ളി കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾ. എന്നാൽ അതിൽ നിന്നും വളരെ വേഗത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് ശബരിമലയിലെ ഒരു പ്രധാനിയായിട്ട് മാറുന്നത്. അതിനാരാണ് വഴിവെച്ചു കൊടുത്തത്? ഈ തന്ത്രി കുടുംബത്തിലെ ഒരു വിവാഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചിരുന്നു. രാജീവരായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ വിവാഹത്തിലേക്ക് ക്ഷണിച്ചത്. ആ വിവാഹത്തിൽ പോയി പ്രധാനിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ എങ്ങനെയാണ് രാജീവരുടെ അറസ്റ്റ് അത് ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി SIT നടത്തുന്നതാണ് എന്ന് ഇവിടെ കുറേ പേർ വാദിക്കുന്നത്? തന്ത്രി കുടുംബത്തിലെ ചില തന്ത്രിമാരെ കാണുമ്പോൾ അങ്ങ് നട്ടല് വളയ്ക്കുന്നവരുണ്ടാകും. അങ്ങനെ നട്ടല് വളയ്ക്കേണ്ട കാര്യം കേരളത്തിനില്ല. ശബരിമലയിൽ നടന്ന കൊള്ളയിൽ തന്ത്രിക്കും മന്ത്രിക്കും പങ്കുണ്ടെങ്കിൽ ഇവന്മാരെല്ലാവരും അകത്താകുക തന്നെ വേണം. മോഹനർക്ക് ഒരു ശ്ലോകം പോലും ചൊല്ലാൻ അറിയാതെ എത്രയോ കാലമാണ് ശബരിമലയിൽ പൂജ നടത്തിയത്. ഇവനെയൊക്കെ ശബരിമലയിൽ നിന്ന് അടിച്ചിറക്കണമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു. സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ പൂജയ്ക്ക് വെച്ച ബംഗളൂരുവിലെ വിവിധ ക്ഷേത്രങ്ങളുമായുള്ള ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ ബന്ധം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് നിർണായകമായിട്ടുണ്ട്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിർമ്മിച്ച ഈ പാളികൾ പൂജിച്ച ബംഗളൂരുവിലെ ക്ഷേത്രത്തിലും കണ്ഠരര് രാജീവര് തന്നെയായിരുന്നു തന്ത്രിയെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. മറ്റ് ക്ഷേത്രങ്ങളിൽ ശബരിമലയിലെ പാളികൾ പൂജയ്ക്ക് വെക്കുന്നത് ശരിയല്ല. സ്വന്തം താന്ത്രിക അവകാശമുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ഇത് കൊണ്ടുവന്നത് തന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അറസ്റ്റ് നിർണായകമാകുന്നത്. ശബരിമലയിലെ പരമാധികാര പദവി ദുരുപയോഗം ചെയ്ത് നടന്ന വലിയ ക്രമക്കേടുകളിലേക്ക് ഈ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നുണ്ട്. നട തുറക്കുന്നത് മുതൽ അടയ്ക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ അവസാന വാക്കാകേണ്ട തന്ത്രി ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നാണ് SIT റിപ്പോർട്ട്. അതിലെ വസ്തുതകൾ മനസ്സിലായതുകൊണ്ട് തന്നെയാണ് കോടതിയും റിമാൻഡിൽ വിട്ടത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികൾ കടത്തിയ സമയത്ത് രാജീവരായിരുന്നു ശബരിമല തന്ത്രി. ശ്രീകോവിൽ വാതിലിലെ ദശാവതാര രൂപങ്ങൾ പതിച്ച പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയപ്പോൾ ആവശ്യമായ താന്ത്രിക നടപടികൾ പാലിച്ചില്ല എന്നും ആചാര ലംഘനം ബോർഡിനെ അറിയിച്ചില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. 1903 മുതൽ ശബരിമലയുടെ താന്ത്രിക അവകാശം കൈവശം വെച്ചിരിക്കുന്ന താഴ്മൺ കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ലഭിച്ച വിശ്വാസ്യത തട്ടിപ്പിനായി രാജീവർ ഉപയോഗിച്ചോ എന്ന് SIT പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താൻ പാടില്ലെന്ന നിയമം
തന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ലംഘിക്കപ്പെട്ടു. ചെന്നൈയിൽ സ്വർണം പൂശിയ ശേഷം ഈ പാളികൾ ബംഗളൂരുവിലെ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് വെച്ച ശേഷം രാജീവർ അവിടെ ഉണ്ടായിരുന്നോ എന്നും SIT പരിശോധിക്കും. ആന്ധ്രയിലെ കൃഷ്ണ നദി ഇരുവശത്തേക്കും മാറിയപ്പോൾ അതിന് നടുവിലൂടെ മണ്ണിൽ ചവിട്ടി കേരളത്തിലേക്ക് എത്തിയവരാണ് താഴ്മൺ കുടുംബം എന്നാണ് പറയപ്പെടുന്നത്. നദി മാറി താഴ്ന്ന മണ്ണിൽ ചവിട്ടി എത്തിയതിനാലാണ് താഴ്മൺ എന്ന പേരിൻ്റെ പിറവിയെന്ന് കരുതപ്പെടുന്നു. കേരളത്തിൻ്റെതായ ഒരു താന്ത്രിക സമ്പ്രദായം സൃഷ്ടിക്കുന്നതിനും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഗ്രാമത്തിൽ നിന്ന് പരശുരാമൻ കൊണ്ടുവന്ന 2 ബ്രാഹ്മണന്മാരിൽ ഒരാളാണ് താഴ്മൺ തന്ത്രി എന്നാണ് ഐതിഹ്യമൊക്കെ പറയുന്നത്. രണ്ടാമത്തെ ആളാണ് തരണനല്ലൂർ കുടുംബത്തിൻ്റെ ആദ്യ അംഗം. ശബരിമലയിലെ താന്ത്രിക സ്ഥാനം താഴ്മൺ കുടുംബത്തിൻ്റെതാണ് എന്ന് ഇവർ തന്നെ പറയുന്നു. ഇപ്പോഴുള്ള മുതിർന്ന തന്ത്രിമാരായ രാജീവരും മോഹനരും സഹോദരങ്ങളുടെ മക്കളാണ്. അച്ഛന്മാരുടെ തലമുറയിൽ 3 തന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ഠരര്, കൃഷ്ണര്, കണ്ഠരര്, നീലകണ്ഠര്, കണ്ഠരര്, മഹേശ്വര് 3 പേരും മരിച്ചു. കൃഷ്ണരുടെ മകനാണ് രാജീവര്, മഹേശ്വരുടെ മകനാണ് മോഹനര്. നീലകണ്ഠർക്ക് പെൺമക്കളായതിനാൽ താന്ത്രികാവകാശം അദ്ദേഹത്തിൻ്റെ കാലശേഷം നിലച്ചു. ശബരിമലയിൽ എത്രയോ പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകളായി താഴ്മൺ കുടുംബമാണ് പൂജ നടത്തുന്നത്. ശബരിമല കൊള്ളയടിച്ചു കൊണ്ടുപോകുകയായിരുന്നു താഴ്മൺ കുടുംബക്കാർ എന്ന വലിയ ഒരു അപവാദം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. തന്ത്രി തെറ്റുകാരനാണെങ്കിൽ അയാൾ ആ തെറ്റ് സമ്മതിക്കുക തന്നെ വേണം. അയാൾ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനല്ല, തന്ത്രിയാണ്. അവിടെ അയ്യപ്പന് പൂജ നടത്തുന്ന ആളാണ്, പിതൃതുല്യനായിട്ടുള്ള ഒരാളാണ്. അയ്യപ്പൻ്റെ പിതൃതുല്യനായിട്ടാണ് തന്ത്രിയെ കാണുന്നത്. അപ്പോൾ അയാൾ തന്നെ അവിടെ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഇപ്പോൾ തന്ത്രി കുടുംബത്തിന് വേണ്ടി കിടന്ന് മോങ്ങുന്നവർ ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അത് മൂടി വെച്ചിട്ട് അയ്യപ്പനെ പൂജ ചെയ്യുന്നത് കൊണ്ട് എന്തോ വലിയ ദൈവതുല്യനാണ് ഈ പറയുന്ന തന്ത്രി എന്ന് കരുതരുത്. ഇപ്പോൾ BJPയും കൂട്ടരും തന്ത്രി കുടുംബത്തിലേക്ക് വെച്ചുപിടിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലാകും BJPയുടെ തനിക്കൊണം ശബരിമല വിഷയത്തിൽ എന്താണ് എന്നുള്ളത്. തന്ത്രി കുടുംബത്തിൽ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിരിക്കും BJP പോയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് BJPയുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നിങ്ങളെ ചവിട്ടി കൂട്ടി എറിയുന്നത്. ശബരിമല BJPക്കും കോൺഗ്രസിനും CPMനും ഒക്കെ വെറും ഒരു രാഷ്ട്രീയ വിഷയം മാത്രമാണ്. ഇവിടുത്തെ വിശ്വാസികൾക്ക് മാത്രമാണ് ശബരിമല അവിടെ ഉണ്ടായിരിക്കുന്ന കൊള്ള ഒരു മുറിവായി മാറിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ശബരിമലയിൽ സത്യങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ ഇവിടുത്തെ യഥാർത്ഥ വിശ്വാസികൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും കൊടിക്ക് പിന്നാലെ പോയി സമരത്തിന് പോകരുത്. ഇവിടെ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.